Hello guys, you're watching TLU. അപ്പോൾ എല്ലാവരും ചാനൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് ഞാനൊരു സാധനം വാങ്ങാൻ പോവാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊരു സാധനം വാങ്ങണമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സൈക്കിൾ വാങ്ങാൻ പോവുകയാണ് ഗൈസ്. സൈക്കിൾ അപ്പോൾ ഞാൻ സൺഡേയും സാറ്റർഡേക്ക് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ താഴെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകും. അപ്പോൾ അവർക്കൊക്കെ സൈക്കിളുണ്ട്, അപ്പോൾ എനിക്ക് മാത്രം ഇല്ല. അപ്പോൾ ഞാനിന്ന് അത് വാങ്ങാൻ പോവാണ്. 1.5 മാസം എനിക്ക് വേണമെന്നുണ്ടായിട്ട്, അപ്പോൾ ഇന്നാണ് വാങ്ങാൻ ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ഞാനിന്ന് വാങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ സൈക്കിളൊന്നും നോക്കിയിട്ടില്ല, നമ്മൾ ഷോപ്പിൽ പോയിട്ടേ നോക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം. ഓക്കെ, പോസ് ചെയ്യട്ടെ. അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് സെക്കൻഡ് ഡേ ആണ്. കാരണം നമുക്ക് ആ സൈക്കിൾ ഷോപ്പിൽ പോകാൻ പറ്റിയില്ല ഗായ്സ്. കാരണം എൻ്റെ അമ്മ പോയി സൈക്കിൾ എടുത്തുകൊണ്ട് വരായിരുന്നു. അപ്പോൾ എനിക്ക് കൂടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സൈക്കിൾ ഷോപ്പിൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ സൈക്കിൾ ഷോപ്പിൻ്റെ പേരും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സൈക്കിൾ ഷോപ്പിൻ്റെ പേര് ടോയ് വില്ല എന്നാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ട് സൈക്കിളിൻ്റെ. പിന്നെ ഗിയർ സൈക്കിള് അത്യാവശ്യം നല്ല പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കുള്ള ചെറിയ കാറും പിന്നെ ചെറിയ സൈക്കിളൊക്കെ ഉണ്ട് ഗേസ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ്. നെടുമങ്ങാടാണ് ഈ ഷോപ്പ് ഉള്ളത്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ നമ്മളെ സൈക്കിൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ സൈക്കിൾ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പഴയ സൈക്കിൾ ഒന്ന് കാണിക്കും. അപ്പോൾ അത് ആദ്യം നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ ഗായ്സ്, നമുക്ക് പുറത്തോട്ട് പോകാം. പുറത്താണ് നമ്മൾ ആ സൈക്കിളിൽ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ പഴയ സൈക്കിൾ കാണാം, ബാ. അപ്പോൾ ഗായ്സ്, ആദ്യമേ പറയാം, കുറച്ച് നോയ്സിൻ്റെ കുറച്ച് കുഴപ്പങ്ങൾ കാണും. ഞാൻ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഹോണൊക്കെ കേൾക്കാം. അതുകൊണ്ട് കുറച്ച് സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ കാണുക ആ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ പഴയ സൈക്കിൾ. ഈ സൈക്കിൾ ഞാൻ വാങ്ങിച്ചിട്ട് 3 വർഷമായി. അപ്പോൾ 1 വർഷം ഞാൻ ഇത് ഉപയോഗിക്കാതായിട്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങാനൊരു ഇഷ്ടം തോന്നിയത്, ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് കളിക്കാൻ പോകും. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സൈക്കിളുണ്ട്. അപ്പോൾ അവരെനിക്ക് ഓടിക്കാനൊക്കെ തരും ഗൈസ്. അപ്പോൾ എനിക്കും ഒരു സൈക്കിൾ വേണമെന്ന് ആഗ്രഹം തുടങ്ങി. അപ്പോൾ 1.5 മാസമായി എനിക്ക് ആഗ്രഹം വന്നിട്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിനെ കുറിച്ച് കേൾക്കാം ആദ്യം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ഈ സൈക്കിൾ ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഓക്കെ, ആദ്യം തന്നെ ടയറാണ് ഗായ്സ്. ടയറിൻ്റെതുണ്ട് ഈ കമ്പിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഈ കമ്പിയൊക്കെ ഫുള്ള് തുരുമ്പടിച്ചു. പിന്നെ ടയർ രണ്ടും പഞ്ചറായി. പിന്നെ സൈക്കിൾ ചെറുതാണ് ഗൈസ്. ഞാൻ പണ്ട് വാങ്ങിച്ചതാണ് 3 വർഷമായില്ലേ. അപ്പോൾ ഇത് ചെറുതായി എനിക്ക് ഈ സൈക്കിൾ. പിന്നെ എനിക്ക് ഏറ്റവും കുഴപ്പമുള്ളതൊരു കാര്യം ഇതിൻ്റെ സീറ്റാണ് ഗൈസ്. എൻ്റെ സീറ്റ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, വാങ്ങിച്ചപ്പോഴും ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ ഈ സൈക്കിൾ അത്ര ഓട്ടിക്കില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ചെയിനൊക്കെ തുരുമ്പടിച്ചു. ചെയിൻ കറങ്ങും ഗൈസ്. ഓക്കെ, ഞാൻ ഇത് സൈക്കിൾ ഇല്ലായിരുന്നപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഈ സൈക്കിൾ വെച്ചിട്ട് ബാക്കിലോട്ട് ചവിട്ടി കളിക്കും. ഇരുന്നിട്ട് സ്റ്റാൻഡിലിട്ട് ബാക്കിലോട്ട് ചവിട്ടി കളിക്കും. അതുകൊണ്ട് ഈ സൈക്കിൾ ഇത്തിരി ചരിഞ്ഞു പോയി ഗൈസ്. ഞാൻ സ്റ്റാൻഡിലിട്ടിട്ട് എൻ്റെ ഫുൾ വെയിറ്റും ഈ സൈക്കിൾ ഇതാക്കുകയില്ല. അപ്പോൾ സൈക്കിൾ ഇത്തിരി വളർന്നു പോയി. സൈക്കിളിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇതാണ് സൈക്കിൾ. ഞാൻ ആദ്യമേ പഠിച്ചത് ഈ സൈക്കിളിലാണ്. 2 ദിവസം കൊണ്ട് തന്നെ ഈ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. പിന്നെ ഈ സൈക്കിള് എൻ്റെ അച്ഛൻ പറഞ്ഞു ഈ സൈക്കിൾ കളയണ്ട, അച്ഛൻ വന്നിട്ട് നന്നാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചേക്കാമെന്ന് പറഞ്ഞു ഗായ്സ്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ സൈക്കിൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എൻ്റെ പുതിയ സൈക്കിൾ കാണാം, വാ. അപ്പോൾ ഗായ്സ്, എൻ്റെ പുതിയ സൈക്കിൾ എൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ പുതിയ സൈക്കിൾ കാണാം. ഗായ്സ്, നമുക്ക് ആദ്യം ബ്രാൻഡിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ പുതിയ സൈക്കിൾ ഹീറോയും പഴയ സൈക്കിൾ ഹോപ്പറുമാണ് ഗായ്സ്. അപ്പോൾ പുതിയ സൈക്കിൾ കൊള്ളാം.
ഇനി ഇത് ഞാൻ മാറ്റിയിട്ടതാണ് ഗൈസ്. എൻ്റെ അപ്പോൾ ഗൈസ് ഇത് മാറ്റിയിട്ടതാണ്. ഫസ്റ്റ് കാണിച്ചപ്പോൾ ഇത് ഭയങ്കര കട്ടിയായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് കട്ടിയുള്ളത് പിടിക്കാനൊരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഇട്ടു. പക്ഷേ ഇത് അധികം നിൽക്കത്തില്ല ഗൈസ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയാവുമെന്നാണ് ഷോപ്പിലെ ആൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ പഴയതും കൂടെ ആൾ തന്നു, ഇത് ചീത്തയാകുമ്പോൾ മാറ്റിയിടാൻ. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ നല്ലൊരു ടയറാണ് ഗൈസ്. എല്ലായിടത്തും ഹീറോ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. കണ്ടേ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു എച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്, ഞാൻ നേരത്തെ സൈക്കിളിൽ പറഞ്ഞില്ല, അതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ സീറ്റ്. ഇതെനിക്ക് നല്ല കംഫർട്ടബിളാണ് ഗൈസ്, നല്ല സോഫ്റ്റുമാണ്. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ നല്ല സുഖമാണ് ഗൈസ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഗിയറല്ല ഗൈസ്, നോർമലാണ്. ഓക്കെ. പിന്നെ ബാക്കിലും ഇങ്ങനെ ബാക്കിൽ ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റുണ്ട്. പിന്നെ ബെല്ലും, പിന്നെ ബോട്ടിലുണ്ട്. പിന്നെ ഇതിന് നല്ല ബ്രേക്കും ഉണ്ട് കേട്ടോ, സൈക്കിളിന് നല്ല ബ്രേക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിളിൻ്റെ ഒരു ഫുൾ ലുക്ക്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ഫ്രണ്ടിൽ നിന്ന് കാണുന്നൊരു ലുക്ക്. ഓക്കെ. പിന്നെ കളറ് പറഞ്ഞില്ല, കളർ ഓറഞ്ചാണ്. ഓറഞ്ചും ബ്ലൂ, ഞാൻ ആദ്യം എടുക്കാതിരുന്ന ബ്ലൂ ആണ് ഗൈസ്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയാണ് പറഞ്ഞത് ഓറഞ്ചാണ് നല്ലതെന്ന്. അപ്പോൾ എനിക്കൊന്നും കൂടെ നോക്കിയപ്പോൾ ഓറഞ്ചാണ് നല്ലതെന്ന് തോന്നി. അപ്പോഴാണ് ഞാൻ ഓറഞ്ച് എടുത്തത്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് എഴുതുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.